കാണക്കാരി പഞ്ചായത്തിലൂടെയാണ് മോൻസ് ജോസഫിന്റെ പര്യടനം തുടരുന്നത്. നമുക്ക് ചോദിക്കാം, ഇത്തവണ കടുത്തുരുത്തിയിൽ എന്ത് സംഭവിക്കുന്നു? കഴിഞ്ഞ തവണ 42,000 നിന്ന് 4,000 ഒരു ഇടിവ് ഭൂരിപക്ഷത്തിലൊക്കെ സംഭവിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയോ എന്താണ് ഇത്തവണത്തെ ഒരു കോൺഫിഡൻസ്? ഒരു ഇടിവും കഴിഞ്ഞുണ്ടായില്ല. എല്ലാ പ്രാവശ്യവും ഭൂരിപക്ഷം വ്യത്യസ്തമാണ്. ഞാൻ 2000 വോട്ട് ജയിച്ച ഇലക്ഷനുണ്ട്. ഇവിടെ 44,000 ജയിച്ചുണ്ട്. സ്റ്റീഫൻ ജോർജുമായിട്ട് മത്സരിച്ചപ്പോഴല്ല 23,000-നും 21,000-നും ജയിച്ചിട്ടുണ്ട്. പല സമയത്തും പല വോട്ടിംഗ് ഓരോ സാഹചര്യങ്ങളാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടറെങ്കിലും ജയിക്കുക എന്നുള്ളതായിരുന്നു, പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ഇന്ന് ഉരുക്ക് കോട്ടയായിട്ട് നിൽക്കുക, UDFന്റെ ഉരുക്ക് കോട്ടയായി കടുത്തുരുത്തി നിയോജകം നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 4,500 ഇപ്രാവശ്യം നല്ല നിലയിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പുറത്ത് സഭകൾ പറഞ്ഞ എല്ലാ ആവശ്യവും നടത്തി കൊടുത്തു എന്നാണ് ഇന്നലെ ജോസ് കെ മാണി നമുക്ക് നൽകിയ അത്ഭുതം. ഒന്നും നടന്നില്ല. ഞാനല്ല നിയമസഭ സഭ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭിന്നശേഷി അധ്യാപക നിയമനം 4 വർഷം വെച്ച് താമസിപ്പിച്ചതിനും ഈ തെരഞ്ഞെടുപ്പിൽ പൊതുമാപ്പ് പോരാട്ടെ. ആ അധ്യാപകർക്ക് ഇപ്പോഴും ശമ്പളം കിട്ടിയില്ലോ. ഞാനല്ല നിയമസഭ യുദ്ധം ചെയ്തു. മുഴുവൻ ബിഷപ്പുമാർ മുഴുവൻ പ്രതിഷേധിച്ചു. അപ്പോൾ ബിഷപ്പ് സൈലന്റ് ആണ് എന്നുള്ളതാണ്. സൈലന്റും ഇല്ല. അവർ സൈലന്റ് ആണോ ഇല്ലെന്ന് ഇലക്ഷൻ സൈലന്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. UDF അധികാരത്തിൽ വരുമ്പോൾ മനസ്സിലാവും. ബിഷപ്പുമാരോട് കളിച്ചാൽ അവരെ ആവശ്യമില്ലാതെ അവർ പറഞ്ഞ കേൾക്കാതിരുന്നാൽ പ്രതികാരം ഉണ്ടാവും. അവരുടെ വിശ്വാസികളോട്ടി. ഇത്തവണ ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു അവസ്ഥ എന്താവും? 8 സീറ്റുകളിൽ മത്സരിക്കുന്നു. എത്ര സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു? കഴിഞ്ഞ ഓണത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു MLA-മാരുടെ എണ്ണം ഉണ്ടാവും, ഒരു സംശയമില്ല. സംസ്ഥാനത്ത് UDF-ലെ നേതാക്കൾക്കിടയിലെ ചെറിയ മുഖ്യമന്ത്രി തർക്കമൊക്കെ വലിയ വാർത്തകൾ ഈ സമയത്തും ഇടം പിടിക്കുന്നുണ്ട്. അത് ക്ഷീണം ചെയ്യുമോ? ഇല്ല, ഒരു ക്ഷീണം ഉണ്ടാകില്ല. ടീം UDF ആണ്. UDF ഒറ്റക്കെട്ടാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡും UDF നേതൃത്വവും എല്ലാം കൂട്ടായി ആലോചിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരാളെ തീരുമാനിക്കും. അത് നേരത്തെ തന്നെ UDF നേതൃത്വം ധാരണയിലെത്തിയിട്ടുണ്ട്. ഈ മാണി ഗ്രൂപ്പിന്റെ കരുത്താണ് കടുത്തുരുത്തിയിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. പണ്ടായിരുന്നു. ഇപ്പൊ 5 ടൈം ഞാൻ MLA ആയത് ജോസഫ് ഗ്രൂപ്പിന്റെ കരുത്ത് മാത്രമല്ല, ജനങ്ങളുടെ കരുത്താണ്. ജനങ്ങളുടെ കരുത്തിൽ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ പാർട്ടി. എന്നിട്ട് ഇപ്പോഴും അവർ യാതൊരു നാണവും ഇല്ലാതെ അവരുടെ കോട്ടയാന്ന് പറഞ്ഞാൽ എവിടെ കോട്ട? ഒരു കോട്ടയല്ല, കോട്ടയൊക്കെ പഴയ സ്വപ്നങ്ങളാണ്. ഇപ്പൊ ജനങ്ങളുടെ കോട്ടയാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്ക് കോട്ടയാണ്. അവിടെ ഞങ്ങൾ ചെയ്യും. ഏതായാലും അതാണ് മോൻസ് ജോസഫിന്റെ ആത്മവിശ്വാസം. ഉരുക്കുകോട്ട, അത് UDFന്റെ ഉരുക്കുകോട്ടയാണ് കടുത്തുരുത്തി എന്നാണ് മോൻസ് ജോസഫ് പറയുന്നത്. ഇനിയും ഇക്കാര്യത്തിൽ എന്താണ് നിർമ്മല ജിമ്മിയുടെ പ്രതികരണം എന്നറിയാം. നിർമ്മല ജിമ്മി കിടങ്ങൂർ പഞ്ചായത്തിലൂടെയാണ് തന്റെ പര്യടനം തുടരുന്നത്. മോൻസ് ജോസഫ് പല കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് നിർമ്മലയോട് കൂടി ചോദിക്കാം, എന്താണ് ഈ പുറത്തു നിന്നൊരു സ്ഥാനാർത്ഥിയാണ് നിർമ്മല ജിമ്മി എന്നാണ് മോൻസ് ജോസഫ് പറയുന്നത്. എന്താണ് അതിന് മറുപടി? ഞാൻ ജനിച്ചതും വളർന്നതും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കടുത്തുരുത്തിയിൽ തന്നെയാണ്. എൻ്റെ അമ്മ വീടും അതുപോലെ വല്യമ്മ വീടും എൻ്റെ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കടുത്തുരുത്തിയിൽ നിന്നാണ്. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും കടുത്തുരുത്തിയുമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുള്ള ഒരു പ്രദേശം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ 5 വർഷം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കുറവലങ്ങാട് ഡിവിഷനിൽ നിന്നും വിജയിച്ച് 2 വർഷം പ്രസിഡന്റായും അതുപോലെ 5 വർഷം മെമ്പറായും ഇരുന്നുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കടുത്തുരുത്തിയിൽ ഞാൻ അന്യാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഒരു കാര്യം, മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമാണ് കടുത്തുരുത്തി എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, UDFന്റെ കേന്ദ്രമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ഓരോ പ്രദേശത്തേക്കും കടന്നു ചെന്നപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവർത്തകരും അതുപോലെ CPM CPI അടക്കമുള്ള LDFന്റെ പ്രവർത്തകരും വളരെ ആവേശത്തോടു കൂടിയാണ് എന്നെ സ്വീകരിച്ചത്. യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസ് വികാരമുള്ള ഒരു മണ്ഡലം തന്നെയാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലം. പാലായിലും കടുത്തുരുത്തിയിലും മാണി ഗ്രൂപ്പിന്റെ ശക്തി ഈ പ്രാവശ്യം കാണിച്ചു കൊടുക്കാൻ പാലായിൽ ശ്രീ ജോസ് കെ മാണിക്കും കടുത്തുരുത്തിയിൽ എനിക്കും സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സഭകൾ പറഞ്ഞ ഒരു കാര്യവും ചെയ്തു കൊടുക്കാത്ത ഒരു സർക്കാരാണ് ഇടത് സർക്കാർ എന്നും മോൻസ് ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നു. ഈ അധ്യാപന നിയമനം, ഭിന്നശേഷി അധ്യാപന നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് പറയുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും. ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച്
ഇന്ന് അത് ആ നിയമനം മുഴുവൻ പാസാക്കി കൊടുത്ത് അതിൻ്റെ മുഴുവൻ കടമ്പകളും കടന്ന് ഏതാണ്ട് ഒരു 20,000-22,000 വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ നിയമനം അംഗീകരിക്കപ്പെട്ട് അവർക്ക് അത് കൃത്യമായിട്ട് ചെയ്തു കൊടുത്ത ഒരു ഗവൺമെന്റാണ് എന്നെനിക്ക് പറയുവാൻ സാധിക്കും. വോട്ടിൽ അത് പ്രതിഫലിക്കും, തീർച്ചയായിട്ടും പ്രതിഫലിക്കും. ഈ സഭകൾ പക്ഷേ ബിഷപ്പുമാരുടെ സഭയുടെയൊക്കെ ശക്തി എന്തെന്ന് കേരള കോൺഗ്രസ് എം കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് മോൻസ് പറയുന്നത്. അത് മോൻസ് പറയുന്നത് പോലെ അല്ലല്ലോ. സഭയെ സംബന്ധിച്ചിടത്തോളം ഓരോ സഭ അതുപോലെ ഓരോ സമുദായം നോക്കുമ്പോഴും എല്ലാ സഭകളെയും സമൂഹങ്ങളെയും അതുപോലെ സമുദായങ്ങളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. എന്തായാലും ഒരു 10,000-നപ്പുറം ഭൂരിപക്ഷം നിർമ്മല പ്രതീക്ഷിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. 10,000-ന് മുകളിലേക്ക് അത് എത്ര എന്ന് എനിക്ക് പറയുവാൻ സാധിക്കുന്നില്ല. വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കടുത്തുരുത്തിയിൽ മത്സരിക്കും. കടുത്തുരുത്തിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ സ്ഥാനാർത്ഥി വരുന്നത്. എന്തായാലും മോൻസ് ജോസഫ് പറയുന്ന ഭൂരിപക്ഷം 10,000 വോട്ടാണ്. നിർമ്മല പറയുന്നതും 10,000-ന് മുകളിലുള്ള വോട്ടാണ്. ആരുടെ അവകാശവാദമാണ് വസ്തുതയാകാൻ പോകുന്നതെന്ന് മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. കടുത്തുരുത്തിയിൽ നിന്നും പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. അതാണ് കടുത്തുരുത്തി പറയാൻ പോകുന്ന രാഷ്ട്രീയം. അതിൽ കൗതുകമുള്ള ഒരു കാര്യം, കോട്ടയത്തെ ഈ മണ്ഡലം കേരള കോൺഗ്രസുകളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. അപ്പോൾ ഏത് കേരള കോൺഗ്രസിന്റെ വിജയം എന്ന പ്രസക്തമായ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി ഈ തെരഞ്ഞെടുപ്പ് നൽകുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.